ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ ലൈഫിൽ നമ്മളെ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആകാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. അതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും എന്നെ ഇൻഡിപെൻഡൻ്റ് ആവാൻ സഹായിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡ്രൈവിങ്, പിന്നെ ഒന്ന് നമ്മുടെ സ്റ്റിച്ചിങ്. സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമൊക്കെ സ്റ്റിച്ചിങ് പഠിച്ചത്. പക്ഷെ എന്നാൽ ഇപ്പം അത് എൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ്. നമ്മുടെ പാഷനിലൂടെ തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് ചാർജസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവർക്കും കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ടൗൺ ഏരിയയിലെ സ്റ്റിച്ചിങ് ചാർജും വില്ലേജ് ഏരിയയിലെ സ്റ്റിച്ചിങ് ചാർജും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്നവരും ഷോപ്പിലിരുന്ന് ചെയ്യുന്നവരും വാങ്ങുന്ന സ്റ്റിച്ചിങ് ചാർജസും എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. വീട്ടിലിരുന്ന് തയ്ക്കുന്നതായാലും നമ്മൾ ഇടുന്ന എഫേർട്ട് സെയിം തന്നെയാണ്. എന്നാലും ചില കസ്റ്റമേഴ്സിനോട് നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും നമ്മൾ വാങ്ങുന്നത് കൂടിപ്പോയോ അല്ലെങ്കിൽ കുറഞ്ഞു പോയോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. അതേപോലെ കസ്റ്റമേഴ്സും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത്രയും റേറ്റൊക്കെ വേണോ ഇതിന് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് കൊടുക്കുന്നവരായാലും തയ്ക്കാൻ കൊടുക്കുന്നവർക്കായാലും സ്റ്റിച്ചിങ് ചാർജസിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജസ് ഒക്കെ നോക്കാം. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ചാർജസിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ റേറ്റ് തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളിടുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചാർജസ് കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ കണക്കാക്കേണ്ടത്. അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ നമുക്ക് ചോദിച്ച് വാങ്ങാനും ഒരിക്കലും മടിക്കേണ്ടതില്ല. ആർക്കും ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ചെറിയൊരു പൈസയെങ്കിലും നമ്മളത് വാങ്ങണം. ഇല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കുന്ന നമുക്കും വില ഉണ്ടാവില്ല, നമ്മുടെ ഡ്രസ്സിന് ഒരു വില ഉണ്ടാവില്ല. വീട്ടിലിരുന്നിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഷോപ്പിൽ റേറ്റ് ഒന്നും വാങ്ങാൻ പറ്റൂല. എന്നാലും തീരെ കുറവല്ലാണ്ട് കസ്റ്റമേഴ്സിനും നമുക്കും ഒരു നഷ്ടം വരാത്ത രീതിക്കുള്ള ഒരു ചാർജസ് നമ്മൾ ഈടാക്കണം. സ്റ്റിച്ചിങ് ചാർജസ് കുറവേ വാങ്ങാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നല്ല ഫിറ്റിങ്ങിൽ പറഞ്ഞ ടൈമിന് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കൂട്ടാൻ പറ്റും. അതിലൂടെ തന്നെ നമുക്ക് പിന്നീട് സ്റ്റിച്ചിങ് ചാർജസൊക്കെ കൂട്ടി കൊണ്ടുവരാനും നല്ലൊരു വരുമാന മാർഗ്ഗം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ബേസിക്കായിട്ട് എത്ര റേറ്റ് വാങ്ങാൻ പറ്റും നോക്കാം. ഇത് തന്നെ പല സ്ഥലത്തും ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കും. എൻ്റെ ഒരു ഏരിയയിലെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ വെച്ചിട്ട് ഞാൻ വാങ്ങുന്ന സ്റ്റിച്ചിങ് റേറ്റ് ആണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചുരിദാർ, ബ്ലൗസ്, നൈറ്റി എന്നിവേണ്ട സ്റ്റിച്ചിങ് ചാർജസ് നോക്കാം. നോർമലായിട്ടുള്ള സാരി ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ 300 രൂപയും വിത്ത് ലൈനിങ് ആണെങ്കിൽ 350 രൂപയാണ് വാങ്ങുന്നത്. അതിൽ തന്നെ പാഡഡ് ബ്ലൗസ്, പ്രിൻസസ് കട്ട് ബ്ലൗസ്, പിന്നെ വേറെ ഡിസൈൻസ് ഒക്കെ വരുന്ന ബ്ലൗസൊക്കെ ആണെങ്കിൽ 400 മുതൽ 450, 500 രൂപയൊക്കെ നമുക്ക് ഒരു വർക്കിനനുസരിച്ചിട്ട് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് പാൻസിൻ്റെ ചാർജസ് നോക്കാം. പലാസോ പാൻസ് വിത്തൗട്ട് ലൈനിങ് ഒക്കെ ആണെങ്കിൽ 100 രൂപയാണ്. അതിൽ തന്നെ പോക്കറ്റും ലൈനിങ്ങും ഒക്കെ വരുന്നുണ്ടെങ്കിൽ 150 മുതൽ വാങ്ങാറുണ്ട്. അംബർല പലാസോ വിത്ത് ലൈനിങ് ഒക്കെ ആണെങ്കിൽ 200 രൂപ, 250 രൂപ വരെയൊക്കെ വാങ്ങാം. സിഗരറ്റ് പാൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് 200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എലാസ്റ്റിക്കും പോക്കറ്റും ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ചുരിദാർ നോക്കാം. ലൈനിങ് ഇല്ലാത്ത ചുരിദാർ സെറ്റിന് 350 രൂപയാണ്. ലൈനിങ് ഉള്ള ചുരിദാർ സെറ്റിന് 400 മുതലാണ് വാങ്ങുന്നത്. അതിൽ തന്നെ ബോട്ടം എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 450 രൂപ വരെ വാങ്ങാവുന്നതാണ്. ഇത് ബേസിക് ആയിട്ടുള്ള മോഡലിനാണ് ഈ ഒരു റേറ്റ് പറയുന്നത്. ഇത് തന്നെ നെക്കിനൊക്കെ വേറെ എന്തെങ്കിലും സ്കാലപ്പോ അങ്ങനെയുള്ള ഡിസൈനൊക്കെ വരിക, അല്ലെങ്കിൽ കോളറൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഫീഡിങ് സിബൊക്കെ കൊടുക്കുക ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 50 രൂപ കൂട്ടി വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ
നോർമൽ ചുരിദാറിനായാലും ചില മെറ്റീരിയൽസ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പ് തുണികളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില തുണികൾ ലെങ്ത്തൊക്കെ കുറഞ്ഞ് നമുക്ക് കുറേ ജോയിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ ഇടുന്ന എഫേർട്ടും ടൈമും കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഒരു 10-20 രൂപയൊക്കെ എക്സ്ട്രാ വാങ്ങാറുണ്ട്. അത് ഞാൻ കസ്റ്റമേഴ്സിനോട് തുറന്ന് പറയാറുമുണ്ട്. ഇനി കുർത്തീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ കുർത്തി വിത്ത് ലൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 350 സ്റ്റാർട്ടിങ് വാങ്ങാറുള്ളത്. പിന്നെ അതിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ വരുമ്പോൾ എക്സ്ട്രാ 50 രൂപയൊക്കെ വാങ്ങാവുന്നതാണ്. ടോപ്പ് ബോട്ടം വരുന്ന കോഡ് സെറ്റായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ 450 രൂപയൊക്കെ വാങ്ങാവുന്നതാണ്. ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഷോർട്ട് കുർത്തീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പാകിസ്ഥാനി സ്ലീവും ബാക്കിൽ കോർസെറ്റൊക്കെ വരുന്നതാണെങ്കിൽ 250 രൂപ വരെ വാങ്ങാവുന്നതാണ്. ഇതുപോലുള്ള ഷോർട്ടായിട്ടുള്ള ആലിയ കട്ട് കുർത്തീസിനൊക്കെ 300 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അത് ലോങ് ആലിയ കട്ട് കുർത്തിയാണെങ്കിൽ 350 രൂപയാണ്. ഇനി നമ്മൾ നൈറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ചുരിദാർ കട്ട് നൈറ്റിക്ക് 100 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. അതേപോലെ തന്നെ 3 പാനലൊക്കെ വരുന്ന മുന്നിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പ് മാക്സിക്കാണെങ്കിൽ 120 രൂപയും ഫ്രോക്ക് നൈറ്റിക്ക് 150 രൂപയാണ്. അതിൽ തന്നെ നെക്കിൽ എക്സ്ട്രാ ഡിസൈൻ വരുന്നതോ അല്ലെങ്കിൽ പഫ് സ്ലീവൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫീഡിങ് സിബൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിലും 180 രൂപയാണ് ചാർജസ് വരിക. പട്ടുപാവാട ബ്ലൗസിനൊക്കെ 350 സ്റ്റാർട്ടിങ് വരുന്നത്. അതിൻ്റെ മോഡലും ഫിനിഷിങ്ങിനും അനുസരിച്ചിട്ട് 450 രൂപ വരെയൊക്കെ വാങ്ങാവുന്നതാണ്. വലിയവർക്ക് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികൾക്ക് ചെയ്യുന്നതിൽ നിന്ന് ഒരു 50 രൂപയൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ പറ്റും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ടിംഗ് ഒക്കെ വരുന്നത് ഒരുപോലെ തന്നെയാണ്. എന്നാലും ചില കസ്റ്റമേഴ്സ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ റേറ്റ് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ ഇത്ര റേറ്റൊക്കെ വേണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്നത്. പക്ഷെ അതിന് കണക്കായിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജസ് നമുക്ക് വാങ്ങാൻ പറ്റാറില്ല. ഇനി പാനൽ കട്ടൊക്കെ വരുന്ന ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 450 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് വാങ്ങാൻ പറ്റും. അതിൻ്റെ പാനൽസൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇനി പാർട്ടി വെയർ ഡ്രസ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഗൗൺസ് വിത്ത് ഷ്രഗൊക്കെ വരുന്നതിന് 500 രൂപ മുതൽ സ്റ്റാർട്ടിങ് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായിട്ടുള്ള അംബർല പലാസോ ക്രോപ്പ് ടോപ്പ് ഷ്രഗ് അങ്ങനെയൊക്കെ വരുന്നതിന് നമുക്ക് 750 രൂപ ഒക്കെ വാങ്ങാൻ പറ്റും. കുട്ടികളതാണെങ്കിലും ഈ റേറ്റിനൊക്കെ സ്റ്റാർട്ടിങ് വാങ്ങണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർക്ക് ഈ ഒരു റേറ്റൊക്കെ കൂടുതലായിട്ട് തോന്നാം, ചിലവർക്ക് ഇതൊക്കെ കുറവായിട്ടും തോന്നാം. അതൊക്കെ അവരവരുടെ ഏരിയയിൽ നിന്ന് വാങ്ങുന്ന രീതിക്കിരിക്കും. ഞാൻ ഒരു വില്ലേജ് ഏരിയയിൽ വീട്ടിലിരുന്ന് തയ്ക്കുന്നതായതുകൊണ്ട് ഈ ഒരു റേറ്റൊക്കെയാണ് വാങ്ങുന്നത്. അതും എമർജൻസി ആയിട്ട് ചെയ്തു കൊടുക്കുന്നവർക്ക് എക്സ്ട്രാ വാങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നോർമലായിട്ടുള്ള റേറ്റ് തന്നെയാണ് വാങ്ങുന്നത്. ഇതിൽ നിന്ന് തന്നെ ചിലവർക്ക് കുറച്ചും കൂടി കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഹാൻഡ് വർക്കൊക്കെ വരുന്ന വർക്കുകൾക്കും പിന്നെ പുതിയതായിട്ട് ആദ്യമായിട്ട് ഓരോ മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ ഞാൻ എക്സ്ട്രാ ക്യാഷൊന്നും അധികം വാങ്ങാറില്ല. കാരണം അതെല്ലാം നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് തരുന്നതായതുകൊണ്ട് നോർമലായിട്ടുള്ളതിൽ നിന്ന് ഒരു 20 രൂപയോ 30 രൂപയൊക്കെ ഞാൻ എക്സ്ട്രാ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കസ്റ്റമറിനോട് ചോദിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ റേറ്റ് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സ്റ്റിച്ചിങ് ചാർജസിനെ പറ്റിയിട്ട് ഡൗട്ടൊക്കെ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.